നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രാഷ്ട്രീയത്തിലെ ചില ശരികളെക്കുറിച്ചും അതിലും വലിയ ചില തെറ്റുകളെക്കുറിച്ചുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വശത്ത് പെയ്യുന്ന തോരാമഴയിൽ കൈകോർത്ത് നിൽക്കാനിടമില്ലാതെ സ്വന്തം വീടുകളിൽ വെള്ളം കയറി മനുഷ്യർ നിലവിളിക്കുന്നു. മണ്ണിടിച്ചിലിലും ഉരുൾപൊട്ടലിലും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണീർ ആറ്റിൽ കലരുന്നു. എന്നാൽ മറുവശത്തോ രാഷ്ട്രീയത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഏറെ ആഡംബരമുള്ള വാഗ്വാദങ്ങളും വിരുന്ന് വിവാദങ്ങളും അരങ്ങേറുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു അസ്വസ്ഥത തോന്നുന്നില്ലേ? അതെ, സംസ്ഥാനത്ത് മഴ കനത്ത് ജനങ്ങൾ പ്രളയഭീതിയിൽ കഴിയുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്രയിൽ പങ്കെടുത്ത വിരുന്നുമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയം. എന്താണ് അവിടെ സംഭവിച്ചത്? ചോദ്യം വളരെ ലളിതമാണ്. റോം കത്തുമ്പോൾ നീറോ വീണ വായിച്ചു എന്ന് കേട്ടിട്ടില്ലേ? അതിന് സമാനമായ സാഹചര്യമാണോ ഇന്ന് കേരളത്തിലുള്ളതെന്നാണ് ചോദ്യം. അത്രയേ ഉള്ളൂ. പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണമാണ് സംസ്ഥാനത്ത് തുടർച്ചയായി അതിതീവ്ര മഴ പെയ്യുകയും മലയോര മേഖലകൾ ഉരുൾപൊട്ടൽ ഭീഷണിയിലാവുകയും ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പൊന്നാനിയിൽ ലീഗ് നേതാവിൻ്റെ വസതിയിൽ വെച്ച് നടന്ന വിഭവസമൃദ്ധമായ വിരുന്നിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തി. ജനങ്ങൾ ദുരന്തമുഖത്ത് നെട്ടോട്ടമോടുമ്പോൾ ഭരണാധികാരി സ്വകാര്യ ആവശ്യത്തിനായി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പറന്ന് വിരുന്നുണ്ടു എന്നാണ് ആരോപണം. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. പ്രതിപക്ഷം ഇവിടെ ഉന്നയിക്കുന്നത് പ്രധാനമായും 3 ആരോപണങ്ങളാണ്. അതിൽ ആദ്യത്തേത്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മന്ത്രിസഭയും സർക്കാരും ഏകോപിപ്പിക്കേണ്ട സമയത്ത് മുഖ്യമന്ത്രി തലസ്ഥാനത്തുണ്ടായിരുന്നില്ല എന്നതാണ്. ഔദ്യോഗിക സംവിധാനമായ ഹെലികോപ്റ്റർ സ്വകാര്യ വിരുന്നിനും യാത്രകൾക്കുമായി ദുരുപയോഗം ചെയ്തു എന്നതാണ് രണ്ടാമത്തെ ആരോപണം. ജനങ്ങളുടെ ദുരിതത്തോടുള്ള ഭരണകൂടത്തിൻ്റെ വൈകാരികമായ വിയോജിപ്പ് അഥവാ അനാസ്ഥ, ലാക്ക് ഓഫ് എമ്പതി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും, അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് മൂന്നാമത്തെ ആരോപണം. വെള്ളം കയറിയ വീട്ടിൽ നിന്ന് ഉടുതുണിയുമായി പലായനം ചെയ്ത മനുഷ്യർക്ക് കഞ്ഞിയും പയറും നൽകാൻ ക്യാമ്പുകൾ തികയാതിരിക്കുമ്പോൾ ജനപ്രതിനിധികളും ഭരണാധികാരികളും വിഭവസമൃദ്ധമായ വിരുന്നുകളിൽ മുഴുകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് വിമർശനം. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് ബോധപൂർവമായ ദുഷ്പ്രചരണമാണെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മറുപടി. താൻ നടത്തിയത് സ്വകാര്യ വിരുന്ന് സന്ദർശനമല്ല, മറിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ മഴക്കെടുതി വിലയിരുത്താനും അടിയന്തര ഏകോപനത്തിനുമായി ഔദ്യോഗികമായി നടത്തിയ യാത്രയായിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിനിടെ പ്രദേശത്തെ ജനപ്രതിനിധി ക്ഷണിച്ചതുകൊണ്ട് മാത്രം അല്പസമയം അവിടെ ചെലവഴിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും വൈകിയാണ് ഭക്ഷണം കഴിച്ചതെന്നും മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിച്ചുകൂടേ എന്നും സതീശൻ വികാരഭരിതനായി ചോദിക്കുന്നുണ്ട്. ശരിയാണെന്നേ, ഭക്ഷണം കഴിക്കാം. വേണമെങ്കിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ലീഗ് നേതാവ് പങ്കുവച്ച പടത്തിലേതുപോലെ വിഭവസമൃദ്ധമായി കഴിക്കാം. പക്ഷേ മീൻ വാങ്ങാൻ പോയ മുറപ്പെണ്ണ് വണ്ടിയിടിച്ച് മരിച്ചപ്പോൾ ഉണക്കമീൻ കൂട്ടി ചോറ് തിന്നെന്ന് പറയുന്നത് പോലെ മലയാളിയെ വിഷമിപ്പിക്കരുതെന്ന് മാത്രം. ഇനി ഹെലികോപ്റ്ററാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് പറന്നതിനെയാണ് പ്രതിപക്ഷം കൂട്ടമായി ആക്രമിച്ചത്. അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി ഭാര്യാപിതാവിനെ സന്ദർശിക്കാൻ പോയെന്നായിരുന്നു ആരോപണം. അതേസമയം ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കെത്തി മടങ്ങുന്നതിനിടെ അമ്മായിയപ്പനെ കണ്ടുകൂടെ എന്ന UDFൻ്റെ ചോദ്യത്തിലും കാര്യമുണ്ട്. വന്ന് കാര്യങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വിശദീകരിക്കാൻ AI മന്ത്രിയെപ്പോലെ ഒരു വിദഗ്ധനായ കക്ഷിയെ നിയമിക്കുന്നതാവും ഇനി UDFന് നല്ലതെന്ന് തോന്നുന്നു. അത്രയ്ക്കുണ്ട് വിശദീകരണങ്ങൾ. ഹെലികോപ്റ്റർ ദുരുപയോഗം ചെയ്തു എന്ന വാദം തെറ്റാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ സമയബന്ധിതമായി എത്തിച്ചേരാനാണ് വ്യോമമാർഗം ഉപയോഗിച്ചതെന്നും സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമായി രംഗത്തുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ സമയം കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ ഹെലികോപ്റ്റർ എത്തിച്ച സമയത്ത് ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളായിരുന്നു ഈ വി ഡി സതീശൻ. കലങ്ങിയവർക്ക് കലങ്ങും, കലങ്ങാത്തവർ തൽക്കാലം സ്വയം കലക്കുകയേ വഴിയുള്ളൂ. 2 കാര്യങ്ങളാണ് പ്രധാനം. ഒന്ന്, ഭരണനിർവഹണത്തിലെ യാഥാർത്ഥ്യം. 2, ജനങ്ങൾക്ക് മുന്നിലെ ഇമേജ്. മുഖ്യമന്ത്രി ഫോണിലൂടെയോ ഹെലികോപ്റ്ററിലൂടെയോ കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ടാവാം. റവന്യൂ മന്ത്രിയും കലക്ടർമാരും ഫീൽഡിലുണ്ടാകും. അതിനൊന്നും ന്യൂസ് കിച്ചനും തർക്കമില്ല. പക്ഷേ ഈ നാട്ടിലെ ഒരു ജനവികാരമില്ലേ? സഹജീവികളോടുള്ള ഐക്യദാർഢ്യമില്ലേ? കേരളത്തിനെ മഹാമാരികളിലും വെല്ലുവിളികളിലും വേർതിരിച്ച് നിർത്തിയ വികാരം അത് തന്നെയല്ലേ? ഒരു നാട് മുഴുവൻ പ്രളയഭീതിയിൽ വിറച്ചു നിൽക്കുമ്പോൾ ഒരു ഭരണാധികാരി വിരുന്നു കഴിക്കുന്ന ചിത്രമോ വാർത്തയോ പുറത്തു വന്നാൽ അത് നൽകുന്ന സന്ദേശം എന്താകും? പ്രളയ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ചിത്രങ്ങൾ സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് വലുതായിരിക്കില്ലേ? ഞാൻ ഭക്ഷണം കഴിച്ചു പോയതാണോ നിങ്ങൾക്ക് പ്രശ്നമായതെന്നാണ് ചോദ്യം. അല്ലെന്നേ, ഇതൊക്കെ മാത്രമാണ് പ്രശ്നം. വി ഡി സതീശൻ എന്ന ഭരണാധികാരി ഈ ഘട്ടത്തിൽ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കേണ്ടിയിരുന്നില്ലേ? സീസറുടെ ഭാര്യ സംശയങ്ങൾക്ക് അതീതിയായിരിക്കണമെന്ന് പറയുന്നത് പോലെ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ പ്രതീകാത്മകമായ ജാഗ്രതയെങ്കിലും പാലിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? ചോദ്യങ്ങൾ
പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കും. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചാനൽ ചർച്ചകളിൽ കൊഴുക്കും. എന്നാൽ ഇതൊക്കെ കണ്ട് ക്യാമ്പുകളിലും വാടക വീടുകളിലും വെള്ളം കയറിയ സ്വന്തം അടുക്കളകളിലും പ്രതീക്ഷയറ്റ കണ്ണുകളോടെ ഇരിക്കുന്ന സാധാരണക്കാരായ വോട്ടർമാരുണ്ട്. അവരാണ് ഈ നവയുഗ കേരളം സ്വപ്നം കണ്ടത്. സുരക്ഷിതമായ ഒരു തലചായ്ക്കാൻ ഇടവും അന്തസ്സോടെ ജീവിക്കാനുള്ള ഉറപ്പും സ്വപ്നം കണ്ടത്. അവരെക്കൊണ്ട് നിങ്ങൾ വടിയെടുപ്പിക്കരുത്.